ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കെമിക്കൽ ബോണ്ടിങ് മോളിക്യൂലർ സ്ട്രക്ചറിന്റെ NCERT ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 17 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. അടുത്ത 18th ക്വസ്റ്റ്യനോട്ട് പോകാം. ഇതാണ് 18th ക്വസ്റ്റ്യൻ. Explain with the help of a suitable example polar covalent bond. ഒരു പോളാർ കോവാലന്റ് ബോണ്ട് എക്സാമ്പിൾ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഒരു പോളാർ കോവാലന്റ് ബോണ്ട്? ഇതാണ് വേറെ വേറെ രണ്ട് ആറ്റംസ്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും സെയിം അല്ലാത്ത രണ്ട് ആറ്റംസ് തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മറ്റേതിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ? അപ്പം ഇവിടെ നമ്മുടെ ഈ ഹൈഡ്രജനും ക്ലോറിന്റെ കേസ് എടുത്താൽ ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ്, ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? കൂടുതലും ക്ലോറിന്റെ ഭാഗത്തേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുക. എന്താ ക്ലോറിന്റെ ചെറിയ നെഗറ്റീവ് ചാർജും ഹൈഡ്രജനിൽ പോസിറ്റീവ് ചാർജ്. പക്ഷെ ബോണ്ടിന് പൊളാരിറ്റി ഉണ്ട് ടുവേർഡ്സ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട്. ഇവിടെ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിന്റെ അടുത്തേക്ക് ഇവിടെ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് നിൽക്കും, അടുത്തേക്ക്. രണ്ടും ഒരേ ആറ്റംസ് ആണ്. ഇപ്പം Cl2 മോളിക്യൂൾ ആയിരുന്നെങ്കിൽ രണ്ടും ഒരേ ആറ്റംസ് ആണ്. രണ്ട് ആറ്റംസിന് ഒരേ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവരുടെ ബോണ്ടഡ് പെയർ എന്താണ് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് കറക്റ്റ് മിഡിൽ തന്നെ നിൽക്കും. പക്ഷെ വേറെ വേറെ ആറ്റംസ് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. സെൻട്രലായിരിക്കത്തില്ല ഇവരുടെ ഇലക്ട്രോൺസ് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ടിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത്. പോളാർ കോവാലന്റ് ബോണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4.19 Arrange the bonds in order of increasing ionic character in the molecules. അപ്പൊ ഇതിനകത്ത് അയോണിക് ക്യാരക്ടറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അയോണിക് ബോണ്ട് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആര് തമ്മിലാണ്? ഒരു മെറ്റലും ഒരു നോൺ മെറ്റൽ. ഒരു മെറ്റൽ ഒരു കാറ്റയോൺ ഉണ്ടാക്കും, ഒരു നോൺ മെറ്റൽ ആനയോൺ ഉണ്ടാക്കും. അവർ തമ്മിലായിരിക്കും കൂടുതൽ എന്താണ് അയോണിക് ബോണ്ടുകൾ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മെറ്റലും നോൺ മെറ്റലും ചേർന്നുണ്ടാവുന്ന രണ്ട് എലിമെന്റ്സ് ഉണ്ട്. ഏതൊക്കെ? LiFും K2O. ലിഥിയവും പൊട്ടാസ്യവും മെറ്റലാണ്. ഫ്ലൂറിനും ഓക്സിജനും നോൺ മെറ്റൽസും ആണ്. നമുക്കറിയാം അതിനകത്ത് തന്നെ നമുക്കറിയാം ലിഥിയം ആണ് ഹൈലി ഇലക്ട്രോപോസിറ്റീവ്. ആക്ച്വലി ആൽക്കലി മെറ്റൽസ് ലിഥിയം പൊട്ടാസ്യവും എന്താണ് ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഇവരാണ്. പിന്നെ ഫ്ലൂറിനും ഓക്സിജനും ഹൈസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്. ഫ്ലൂറിന്റെ പോളിംഗ് സ്കെയിലിൽ 4ഉം ഓക്സിജന്റെ 3.5. ഇപ്പം ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആണ്. ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട് ആയിരിക്കും ഏറ്റവും അയോണിക് ആയിട്ടുള്ള ബോണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അപ്പം പ്രിഫറൻസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അയോണിക് ക്യാരക്ടർ ലിഥിയം ഫ്ലൂറൈഡിനായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ K2O. ഓക്കെ, പിന്നെ ബാക്കിയുള്ള 3 എലിമെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ നൈട്രജൻ N2 എന്ന് പറയുന്നത് ഒരു കോവാലന്റ് മോളിക്യൂൾ ആണ്. നൈട്രജൻ കോവാലന്റ് മോളിക്യൂൾ. അപ്പൊ അതിനായിരിക്കും ഏറ്റവും അയോണിക് ക്യാരക്ടർ കുറവ്. അപ്പൊ ഏറ്റവും കുറവുള്ള നൈട്രജൻ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ എഴുതും. പിന്നുള്ളത് SO2യും ClF3. അതിനകത്ത് നമുക്ക് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ClF3 ആയാലും SO2 ആയാലും രണ്ട് ആറ്റംസ് എന്താണ് നോൺ മെറ്റൽസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ബേസിൽ മാത്രം നമുക്ക് അയോണിക് ക്യാരക്ടർ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ClF3 ആണ് എന്താണ് ഫ്ലൂറിൻ ആറ്റത്തിനാണ് ഓക്സിജനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി ബേസ് നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ClF3 എഴുതുക, പിന്നെ SO2 എഴുതുക. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അയോണിക് ക്യാരക്ടർ ഓഫ് ബോണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. 20th question. The skeletal structure of CH3CF acetic acid skeletal structure നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അത് സ്കെൽറ്റൽ സ്ട്രക്ചർ കറക്റ്റ് ആണ് പറയുന്നത്, പക്ഷെ ബോണ്ട് കാണിച്ചേക്കുന്നത് കറക്റ്റ് അല്ല. ബോണ്ട്സ് ആർ ഷോൺ ഇൻകറക്റ്റ്. അപ്പൊ അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ ഏതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രക്ചർ കറക്റ്റ് സ്കെൽറ്റൽ സ്ട്രക്ചർ കറക്റ്റ് എഴുതാം. ആറ്റംസ് മാത്രം എഴുതുക എന്നാണ് സ്കെൽറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. COH
എച്ച് ഒ നമ്മൾ സ്കെൽറ്റൽ സ്ട്രക്ചർ എഴുതി. ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ ബോണ്ടിൽ എങ്ങനെയാണ് കാർബൺ ഹൈഡ്രജൻ തമ്മിൽ സിംഗിൾ ബോണ്ടാണ്, കാർബൺ കാർബൺ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടാണ്. പക്ഷെ ഇവിടെ COH ഗ്രൂപ്പ് വരുമ്പോൾ ആ കാർബൺ ഒരു ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും, മറ്റൊരു ഓക്സിജനായിട്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെയാണ് അസിറ്റിക് ആസിഡിന്റെ കറക്റ്റ് സ്ട്രക്ചർ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Apart from tetrahedral geometry, another possible geometry for CH4 is square planar with the 4 hydrogen atoms at the corners of the square and the C atom at its center. Explain why CH4 is not square planar. CH4 ടെട്രാഹീഡ്രൽ അല്ലാണ്ട് സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചറും അനന്തര വേറൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് CH4 സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 21st ക്വസ്റ്റ്യൻ. നമ്മൾ CH4 മോളിക്യൂൾ സെൻട്രൽ ആയിട്ട് പറയുന്നത് കാർബൺ. CH4 എന്താണ്? ടെട്രാഹീഡ്രൽ സ്ട്രക്ചറാണ്. sp3 ഹൈബ്രിഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? കാർബണിന്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണുള്ളത്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എക്സ്റ്റൈറൽ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഒരു 2s 2p2 എന്നുള്ളത് 2s നിന്ന് ഒരു ഇലക്ട്രോൺ 2p-ലോട്ട് എക്സൈറ്റ് ചെയ്യും. എന്നിട്ട് ഈ 4 ഓർബിറ്റും കൂടെ ഹൈബ്രിഡൈസേഷൻ വഴി sp3 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ബോണ്ടിങ് ഉണ്ട്. അപ്പം സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ വേണമെങ്കിൽ എന്തായിരിക്കണം? ഹൈബ്രിഡൈസേഷൻ dsp2 ഹൈബ്രിഡൈസേഷൻ ആണ് വേണ്ടത്. എന്നാലേ നമുക്ക് സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ കിട്ടത്തുള്ളൂ. നമുക്കറിയാം ഹൈഡ്രജന് ഡി ഓർബിറ്റ് ഇല്ലാത്തവർക്ക് എന്താണ് ഇപ്പം dsp2 ഹൈബ്രിഡൈസേഷൻ എന്തായാലും പോസിബിൾ അല്ല. മാത്രമല്ല നമുക്ക് ടെട്രാഹീഡ്രലിൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രിയാണ്. പക്ഷെ സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾ അവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം ബോണ്ട് ആംഗിൾ കൂടിയായിരിക്കും ഏറ്റവും കുറവ് റിപ്പൾഷൻ ഉള്ളത്. അപ്പൊ എങ്ങനെ നോക്കിയാലും dsp2-നേക്കാളും കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ. അതുകൊണ്ടാണ് CH4-ൽ dsp2-ന് പകരം sp3 ഹൈബ്രിഡൈസേഷൻ എത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Explain why BeH2 molecule has a zero dipole moment although the BeH bonds are polar. BeH2 molecule ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എന്തുകൊണ്ട് 0 ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. BeH ബോണ്ട് പോളാർ ആയിട്ടും എന്തുകൊണ്ട് BeH2 മോളിക്യൂള് ഡൈപോൾ മൊമെന്റ് 0 ഏതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇത് എന്താ, ഇത് VSE തിയറി ചെയ്ത മോഡലാണ്. നോക്കുകയാണെങ്കിൽ ബെറിലിയത്തിന് 2 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇത് AB2 ടൈപ്പാണ് അല്ലേ, ലോൺ പെയർ ഇല്ല, 2 ബോണ്ട് പെയർ മാത്രം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷേപ്പ് ലീനിയർ ആണ്. ബോണ്ട് ആംഗിൾ ഇപ്പൊ എന്താ 180 ഡിഗ്രിയാണ്. നമ്മളിത് വരയ്ക്കുകയാണെങ്കിൽ ബെറിലിയം അപ്പുറത്തും 2 ഹൈഡ്രജൻ, ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. നമുക്കറിയാം ബെറിലിയത്തിന്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ആണ് ഹൈഡ്രജനേക്കാളും കൂടുതൽ. അപ്പം ബെറിലിയം ഹൈഡ്രജൻ ഡൈപോൾ മൊമെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടുവേർഡ്സ് ഹൈഡ്രജൻ ആയിരിക്കും നമ്മുടെ ഓരോ ബോണ്ടിന്റെയും ഡൈപോൾ വരിക. ഈ 2 സൈഡ് നോക്കുകയാണെങ്കിൽ 2 ഒരേ ടൈപ്പ് ബോണ്ടാണ്. ബെറിലിയം ഹൈഡ്രജൻ ബോൺസും ആണ്. മാത്രമല്ല ഇവരുടെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ സെയിം ആയിരിക്കും, കാരണം ഒരേ ആറ്റംസ് തമ്മിലുള്ള ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ ഇവരുടെ ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്താ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആകും, കാരണം ഡൈപോൾ മൊമെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ സം എടുക്കുമ്പോൾ സം 0 ആയി പോകും. അതുകൊണ്ട് റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയി പോകും. അതുകൊണ്ടാണ് ബെറിലിയം ഹൈഡ്രജൻ ബോണ്ട് പോളർ ആയിട്ടും ബെറിലിയം BeH2 മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയി പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 23rd ക്വസ്റ്റ്യൻ. Which out of NH3 and NF3 has higher dipole moment and why? NH3 NF3-ലും ആർക്കാണ് കൂടുതൽ ഡൈപോൾ മൊമെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. NH3-യും NF3-യും രണ്ടിടത്തെയും സെൻട്രൽ ആയിട്ട് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജന് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിനകത്ത് 3 എണ്ണം ഓരോ ആക്റ്റീവായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു ലോൺ പെയർ അപ്പൊ വരും. അപ്പൊ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് ഉള്ളത്. ഇവിടെ അത് അപ്പം 3 ബോണ്ട് പെയർ ഒരു ലോൺ പെയർ എന്ന് പറയുന്നത് നമ്മുടെ ജോമെട്രി പറയുമ്പോൾ ടെട്രാഹീഡ്രൽ. രണ്ടിടത്തെയും ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. ഷേപ്പ് പറയുകയാണെങ്കിൽ രണ്ടിടത്തും എന്താണ് പിരമിഡൽ സ്ട്രക്ചർ ആണ്. രണ്ടിടത്തുള്ളൂ നമ്മള് പിരമിഡൽ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എന്താണ് ഷേപ്പ് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ലോൺ പെയർ കൂട്ടാണ്ടാണ് ഷേപ്പ് പറയുന്നത്. അപ്പം പിരമിഡൽ സ്ട്രക്ചർ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ വരച്ചു നോക്കുകയാണെങ്കിൽ ഒരു നൈട്രജൻ, ഇനിയാണ് NH3 വരും.
NF3 ഇതിൽ ഏതിലാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ NH3 മോളിക്യൂൾ നൈട്രജനും ഹൈഡ്രജനും നോക്കുമ്പോൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് നൈട്രജൻ ആണ്. അപ്പൊ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഓരോന്നിനും ഡൈപോൾ മൊമെന്റ് ടുവേർഡ്സ് നൈട്രജൻ ആയിരിക്കും അല്ലേ. ഈ ലോൺ പെയറിന്റെ അത് നിൽക്കുന്ന സൈഡിലോട്ടായിരിക്കും അതിന്റെ ഡൈപോൾ മൊമെന്റ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 NH മോളിന്റെ ഡൈപോൾ മൊമെന്റ് റിസൾട്ടന്റ് മേലോട്ട് വരും. അത് കൂടാണ്ട് ഈ ലോൺ പെയറും ഇവിടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഡൈപോൾ മൊമെന്റും അതും മേലോട്ടാണ് ഡയറക്ഷൻ വരും. ഈ 3 NH ബോണ്ടിന്റെ കൂടെ റിസൾട്ടന്റ് ആണ്. ഈ 3 NH ബോണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ഡൈപോൾ ആണ് നമ്മൾ ഇവിടെ ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത്. അതും ഈ മേലോട്ട് ലോൺ പെയറിന്റെ ഡൈപോളും കൂടെ ആഡ് ചെയ്തിട്ടുള്ള മൊത്തത്തിലുള്ള റിസൾട്ടന്റ് ആണ് ഈ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി NF3യോട്ട് നോക്കുമ്പോൾ കാരണം നൈട്രജനും ഫ്ലൂറിനിലാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പം ഓരോന്നും ഡൈപോൾ മൊമെന്റ് ടുവേർഡ്സ് ഫ്ലൂറിനായിരിക്കും. ഈ NF ബോണ്ട് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം കൂടെ റിസൾട്ടന്റ് ഡൈപോൾ എന്നോട്ട് താഴോട്ടായിരിക്കും വരിക. നമ്മൾ 3 NF ബോണ്ടിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് നമുക്ക് താഴോട്ടാ വരും. ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റോ അത് ലോൺ പെയർ നിൽക്കുന്ന സൈഡിലോട്ട് അല്ലെങ്കിൽ ഇവിടെ മേലോട്ടാണ് നിൽക്കുക. അപ്പൊ ഈ രണ്ട് റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ലോൺ പെയറിൻ്റെതും ഈ ബാക്കിയുള്ള NF ബോണ്ടിനെയും ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് ഡൈപോൾ എന്തായിരിക്കും താഴോട്ട് തന്നെ ആയിരിക്കും വരുന്നത്. കാരണം 3 NF ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ആയിരിക്കും ഒരു സിംഗിൾ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റിനേക്കാൾ ഒബിയസ്ലി കൂടുതൽ. പക്ഷെ റിസൾട്ടന്റ് ഡൈപോൾ നമുക്ക് താഴോട്ട് തന്നെ കിട്ടും. പക്ഷേ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആദ്യമുള്ള NH3ന്റെ അത്രയും വലിയ റിസൾട്ടന്റ് ആയിരിക്കത്തില്ല. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ NF3. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ കൂടുതൽ ഡൈപോൾ മൊമെന്റ് മോളിക്യൂളിന്റെ മൊത്തത്തിൽ ഡൈപോൾ മൊമെന്റ് കൂടുതൽ ആർക്കായിരിക്കും വരിക NH3ക്ക് ആയിരിക്കും വരിക. കാരണം NF3യിൽ ഓപ്പോസിറ്റ് ഡൈപോൾ മൊമെന്റ്സ് കുറെ ക്യാൻസൽ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് 24th ക്വസ്റ്റ്യൻ. What is meant by hybridization of atomic orbitals? Describe the shapes of sp, sp2 and sp3 hybrid orbitals. ഇപ്പൊ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്താണ് നമുക്ക് ബോണ്ടിങ്ങിന് സമയത്ത് സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ ആറ്റം 2 ആറ്റംസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവർ തമ്മിൽ അല്ലെങ്കിൽ 2 അധികം ആറ്റംസ് ഉള്ളതാണെങ്കിൽ അതിനകത്തുള്ള സെൻട്രൽ ആറ്റം അവരുടെ സെൻട്രൽ ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം കൂടെ എന്താണ് മിക്സിങ് നടന്നു, ഇന്റർ മിക്സിങ് നടന്ന് ഒരു പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. ആ പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിച്ചു അല്ലേ. അപ്പം അറ്റോമിക് ഓർബിറ്റൽസ് എന്താണ് അവരുടെ ഇന്റർ മിക്സിങ് വഴി ഉണ്ടാകുന്ന പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് നമ്മൾ വിളിച്ച പേരാണെന്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിച്ചത്. ഈ ഇന്റർ മിക്സിങ്ങിനെ നമ്മൾ വിളിച്ചതാണ് എന്താണ് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള ഇന്റർ മിക്സിങ്ങിനെ നമ്മൾ വിളിച്ച പേരാണെന്ത് ഹൈബ്രിഡൈസേഷൻ. ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അറ്റോമിക് ഓർബിറ്റൽസ് എന്താണ് ഓൾമോസ്റ്റ് കമ്പയറബിൾ എനർജി ഉള്ളവരായിരിക്കും. പക്ഷെ അവരിൽ നിന്നുണ്ടായ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്താണ് അവര് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്, അഥവാ ഒരേ എനർജി ഉള്ള ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. മാത്രമല്ല എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ മിക്സ് ചെയ്യുന്നത് അത്രയും തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ sp ഹൈബ്രിഡ് ഓർബിറ്റൽ, sp ഹൈബ്രിഡൈസേഷൻ, sp ഹൈബ്രിഡ് ഓർബിറ്റൽ എന്താ ഒരു എസും ഒരു പിയും കൂടെ കമ്പൈൻ ചെയ്ത് എന്താണ് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. നമ്മൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു എസ് ഓർബിറ്റൽ ഉണ്ട്, നമുക്കറിയാം സ്ഫെറിക്കൽ ഷേപ്പിലാണ് എസ് ഓർബിറ്റല്. അതെന്താണ് ഒരു പിയു ആയിട്ട് മിക്സ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു ഇന്റർ മിക്സിങ് നടന്ന് sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. 2 ഓക്കെ. sp ഹൈബ്രിഡ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ആ 2 ഓർബിറ്റൽസ് തമ്മിൽ നിൽക്കുന്ന അങ്ങനെ 180 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് sp ഹൈബ്രിഡ് ഓർബിറ്റൽ വഴി ബോണ്ട് ചെയ്യുന്നുണ്ടാകുന്ന മോളിക്യൂൾസിന് ലീനിയർ ഷേപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ എസ് ബി മാത്രം ചേർന്നാണ് sp ഉണ്ടായത്. നമ്മൾ sp2 നോക്കുകയാണെങ്കിൽ ഒരു എസും 2 പിയും കൂടെ ചേർന്നാണ് ഉണ്ടാവുന്നത്. ഒരു എസും 2 പി ഓർബിറ്റലും കൂടെ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. അവർ തമ്മിൽ നിൽക്കുന്ന ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അവരുടെ ഷേപ്പ് ട്രൈഗണൽ പ്ലെയിനാർ.
അതേപോലെ തന്നെയാണ് എന്താ sp3 എന്ന് പറയുന്ന ഒരു എസും 3 പിയും കൂടെ ചേർന്ന് അവർ തമ്മിൽ എന്താ ടെട്രാഹീഡ്രൽ ഷേപ്പിലാണ് 4 ഓർബിറ്റിൽ നിൽക്കും. ഒരു എസ് 3 പി ആയതുകൊണ്ട് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാവും. ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി വരും. ഷേപ്പ് ടെട്രാഹീഡ്രൽ. ഓക്കെ, ഇങ്ങനെ അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നതാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദി ചേഞ്ച് ഇൻ ഹൈബ്രിഡൈസേഷൻ ഇഫ് എനി ഓഫ് ദി അലൂമിനിയം ആറ്റം ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. ആദ്യം AlCl3 ഒരു ക്ലോറൈഡ് അയണായിട്ട് കൂടെ ചേർന്നതാണ് AlCl4 മൈനസ് ആണ്. ആദ്യം AlCl3 അറിയാം, അലൂമിനിയം ആയിരുന്നു അവിടെ സെൻട്രൽ ആറ്റം. പിന്നെ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p1 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 3s1 3p 2. അത് എസും പി ഇലക്ട്രോൺസും കൂടെ ചേർന്ന് sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാവും. അപ്പം AlCl3 എന്താ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നു. ട്രൈഗണൽ പ്ലാനർ സ്ട്രക്ചർ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ AlCl4 മൈനസ് ഉണ്ടായി, ഒരു Cl മൈനസ് അയണും കൂടെ വന്നു അല്ലേ. അപ്പം Cl4 മൈനസ് അയൺ വരുമ്പോൾ എന്താ, ഒരു ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ അലൂമിനിയത്തിന് കിട്ടുകയാണ്. അപ്പൊ അവിടെ ഈ 3p ഒരു ഇലക്ട്രോണും കൂടെ അവിടെ കയറും അല്ലേ. അപ്പൊ അവിടെ അത് മാറി എന്താവും, sp2 മാറി sp3 ആവും. sp3 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ അലൂമിനിയം 4 ക്ലോറിനായിട്ട് ചേർന്ന് ടെട്രാഹീഡ്രൽ ഷേപ്പിൽ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി. അപ്പൊ എന്താ, sp2 ആയിരുന്ന AlCl3 മോളിക്യൂള് sp3 ആയിട്ടുള്ള AlCl4 മൈനസ് മോളിക്യൂൾ ആയി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Is there any change in the hybridization of boron and nitrogen atom as a result of the following reaction? അവിടെ BF3യും NS3യും കൂടെ ചേർന്ന് BF3 NS3 അഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ബോറോണിന്റെയും നൈട്രജന്റെയും ഹൈബ്രിഡൈസേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അറിയാം BF3 എന്ന് പറയുന്ന മോളിക്യൂൾ ബോറോണ് 3 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. ഇവിടെ 3 ബോണ്ട് പെയറും 0 ലോൺ പെയർ ഇല്ല. അപ്പൊ എന്താണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലേ. BF3 ട്രൈഗണൽ പ്ലാനർ അല്ലെങ്കിൽ 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ 3 ഫ്ലോറിനായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കും. നമ്മൾ NS3 എടുക്കുന്നു. NS3ക്ക് നമുക്കറിയാം 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ് ഉള്ളത്. 3 ബോണ്ട് പെയറും ലോൺ പെയറും നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. ഷേപ്പ് പറയുമ്പോൾ പിരമിഡൽ ഷേപ്പ് ആണ് ഉള്ളത്. ജോമെട്രി എപ്പോഴും ടെട്രാഹീഡ്രൽ ആണ്. നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ BF3 NS3യും കൂടെ എന്താണ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു അഡക്റ്റ് ഫോം ചെയ്യും. എന്ന് വെച്ചാല് നൈട്രജന് ലോൺ പെയർ വെച്ച് ബോറോൺ ആയിട്ട് ബോണ്ട് ചെയ്യുന്നു. ഈ ലോൺ പെയർ ബോറോൺ ആയിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ബി ഉണ്ട്, 3 ഫ്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് വരുന്നു. പിന്നെ നൈട്രജൻ 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ബോറോൺ എന്തായി, ബോറോൺ ഇവിടെ നൈട്രജൻ കൂടാണ്ട് 3 ഫ്ലോറിനായിട്ടും കൂടെ ബോണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ sp2 ഹൈബ്രിഡൈസ് വരുന്ന ബോറോൺ ഇവിടെ sp3യിലേക്ക് മാറി. വരയ്ക്കുകയാണെങ്കിൽ ബോറോൺ മേളിലോട്ട് NH3 3 ഫ്ലോറിൻ. പക്ഷെ നമ്മൾ നൈട്രജന്റെ കേസ് നോക്കുകയാണെങ്കിൽ നൈട്രജൻ നേരത്തെ 3 ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു ലോൺ പെയർ ഉണ്ടായിരുന്നു. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു ബോണ്ട് ബോറോൺ ആയിട്ട് ഉണ്ടാക്കി. അപ്പൊ അവിടെ ഇപ്പോഴും നൈട്രജൻ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. നമ്മളെങ്ങനെ വരയ്ക്കുക, നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ, മേലെ ലോൺ പെയറിന് പകരം ഒരു TF3 ആയി. അതിപ്പോഴും sp3 ഹൈബ്രിഡൈസ് ചെയ്യുന്നു. അപ്പൊ ഈ അഡക്റ്റ് ഫോം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, sp2 ഹൈബ്രിഡൈസ് ആയിരുന്ന ബോറോൺ sp3 ഹൈബ്രിഡൈസ് ആയിരുന്നു. പക്ഷെ NH3 മോളിക്യൂളിന്റെ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ അപ്പോഴും ഇപ്പോഴും എന്താണ് sp3 ഹൈബ്രിഡൈസ്. അടുത്ത ക്വസ്റ്റ്യൻ.
Draw diagram showing the formation of a double bond and a triple bond between carbon atoms in C2H4 and C2H2 molecules. അപ്പം C2H4 C2H2 ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകുന്നതിന്റെ ഡയഗ്രാംസ് കാണിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? sp3 ഹൈബ്രിഡേസ് ആയിരിക്കും. ഓക്കെ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് കാർബണിന് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ ആ കാർബൺ sp3 ഹൈബ്രിഡേസ് ആയിരിക്കും. കാർബണിന് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് sp2 ഹൈബ്രിഡേസ് ആയിരിക്കും. കാർബണിന് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് sp ഹൈബ്രിഡേസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് ആദ്യം പറഞ്ഞു വെച്ചിരിക്കുക. ഇത് കാർബൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ 1s2 2s2 2p2. ഇത് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കോൺഫിഗറേഷൻ. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എന്താവും? നമ്മൾ ബാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം 2s എന്നൊരു ഇലക്ട്രോൺ 2pയിലോട്ട് ചാടും, എക്സൈറ്റഡ് ആവും. അപ്പൊ ഇത് കോൺഫിഗറേഷൻ 2s1 ആയി, 2px 2py 1 2pz 1 അല്ലെ? ഓരോ ഓർബിറ്റിൽ ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു എസും 2 പിയും മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെ ഉണ്ടാവുക. നമ്മൾ C2H4 മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഇപ്പൊ sp2 ഹൈബ്രിഡൈസ് ഉള്ള കാർബൺ ആണ് ബോണ്ടിൽ പങ്കെടുക്കുന്നത്. അപ്പൊ എന്താ, ഈ ഒരു എസും 2 പിയും കൂടെ ചേർന്ന് sp2 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. നമ്മൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ 3 sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഒരു കാർബൺ ആറ്റത്തിന് കാണും. ഓക്കെ, ഇവിടെ C2H4 മോളിക്യൂളിൽ 2 കാർബൺ ഉണ്ട്. അപ്പൊ ഇപ്പുറത്തും കാർബൺ വരയ്ക്കുകയാണെങ്കിൽ അതിന് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ഈ 2 കാർബൺ ഈ കാർബൺ കാർബൺ തമ്മിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാകും. ഇവരുടെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് തമ്മിൽ അത് നമ്മളെങ്ങനെ കാണിക്കാം? ഇല്ലേ, ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായി, പിന്നെ ഓരോ കാർബണും 2 ഹൈഡ്രജൻ വെച്ച് കാണിക്കാം. അപ്പം ഇതെല്ലാം sp2 ഓർബിറ്റിലാണ്. ഇത് sp2 ആണ്, ഇത് sp2 ആണ്, ഇത് sp2 ഓർബിറ്റിലാണ്. ഈ sp2 ഓർബിറ്റിലുമായിട്ട് ബാക്കിയുള്ള 2 sp2 ഓർബിറ്റിലുമായിട്ട് ഹൈഡ്രജന്റെ s ഓർബിറ്റിൽ ബോണ്ട് ചെയ്യും. s ഓർബിറ്റാണ് ഹൈഡ്രജന്റെ. പിന്നെ കാർബണിന്റെ ഒരു ഓർബിറ്റിൽ അവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കത്തില്ല, ഇല്ലേ? ബോണ്ടിൽ പങ്കെടുക്കാണ്ടിരിക്കുന്ന ഓർബിറ്റിൽ തമ്മിൽ എന്താണ്? പൈ ബോണ്ട് ഉണ്ടാകും. വേക്കന്റ് ഓർബിറ്റിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഓരോ കാർബണിൽ ഒരു വേക്കന്റ് ഓർബിറ്റ്, ആ വേക്കന്റ് ഓർബിറ്റ് തമ്മിൽ പൈ ബോണ്ട് ഉണ്ടാകും. ഇങ്ങനെയാണ് C2H4 മോളിക്യൂൾ ഉണ്ടാവുക. ഈ C2H4 മോളിക്യൂൾ കഴിഞ്ഞ് C2H2 മോളിക്യൂൾ വരുമ്പോൾ അവിടെ sp ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ ഒരു എസും ഒരു പിയും കൂടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത് 2 sp ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാവും. ഒരു sp ഓർബിറ്റില് ഇത് രണ്ടാമത്തെ കാർബൺ ആയിട്ട് sp ഓർബിറ്റ് 2 ആണ്. എന്താണ്, C2H2 ഉണ്ടാവുമ്പോൾ കാർബൺ കാർബൺ ഒരു സിഗ്മ, എന്താണ്, ഇവരുടെ sp2 തമ്മിലൊരു സിഗ്മ ബോണ്ട് ഉണ്ടാകും. ഇപ്പുറത്തും ഹൈഡ്രജന്റെ s ഓർബിറ്റിലായിട്ട് ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാകും. പിന്നെ കാർബണിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 p ഓർബിറ്റിലുണ്ട്. അതിങ്ങനെ വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരെണ്ണം, അത് തമ്മിൽ പൈ ബോണ്ടും ഉണ്ടാകും. അപ്പം അവിടെ 2 പൈ ബോണ്ടും കാർബൺ കാർബൺ തമ്മിൽ ഒരു സിഗ്മ ബോണ്ടും. ഓക്കെ, ഇത്രയാണ് അതിനെ കുറിച്ച് പറയുന്നത്. What is the total number of sigma and pi bonds in the following molecules? ഇപ്പൊ നമുക്ക് ഇപ്പൊ ഓൾറെഡി നമ്മൾ വരച്ച് പറഞ്ഞതേ ഉള്ളൂ. C2H4ന്റെയും C2H2ന്റെയും സ്ട്രക്ചർ. ഇപ്പൊ C2H4 മോളിക്യൂളിൽ നമ്മൾ കാർബൺ കാർബൺ എന്താ പറഞ്ഞത്? ഒരു സിഗ്മയും 2 ഡബിൾ ബോണ്ടിലും ഒരു പൈ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട് ഒരു പൈ ബോണ്ട് നമുക്ക് വരച്ച് കാണിച്ചു തരും. അതുപോലെ C2H2 മോളിക്യൂളിൽ ഒരു സിഗ്മയും 2 പൈ ബോണ്ടും. പിന്നെ നമ്മൾ മറക്കാണ്ടിരിക്കാൻ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വെച്ചാൽ നമ്മൾ മോളിക്യൂൾ ഓർബിറ്റൽ തിയറി C2 മോളിക്യൂളിലുള്ള 2 ഡബിൾ ബോണ്ട് എന്താണ്? പൈ ബോണ്ടാണ് നമ്മൾ പറയുന്നത്. അവിടെ സിഗ്മ ബോണ്ട് ഇല്ല, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. Considering x-axis as the internuclear axis, which out of the following will not form a sigma bond and why? നോക്കടാ, ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ആക്സിസ് ആണ് നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് കൺസിഡർ. നമ്മൾ സാധാരണ കൺവെൻഷണൽ ഇസഡ് ആക്സിസ് ആയിരുന്നു കൺസിഡർ ചെയ്തത്. അപ്പൊ ഇവിടെ എക്സ് ആക്സിസ് ആയിട്ട് നമ്മൾ എടുക്കുക.
എക്സസൈസ് എടുത്തിട്ട് പറയുന്നു ഇതിനകത്ത് ഏത് രണ്ട് ഓർബിറ്റ് ഓർബിറ്റ് തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോഴാണ് സിഗ്മ ബോണ്ട് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1s-ഉം 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 2px-ഉം 2py-യും 2py-യും 1s and 2s. 1s-ഉം 1s-ഉം എസ് ഓർബിറ്റിൽ ഏത് ഓറിയന്റേഷൻ വേണമെങ്കിലും തമ്മിൽ ബോണ്ട് ചെയ്യും നമുക്കറിയാം. അപ്പൊ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് അവിടെ നിന്ന് റോൾ ഔട്ട് ചെയ്യും. ഏത് ഈ 1s-ഉം 1s-ഉം തമ്മിൽ സിഗ്മ ബോണ്ട് ആയിരിക്കും, 1s-ഉം 2s-ഉം തമ്മിൽ സിഗ്മ ബോണ്ട് ആയിരിക്കും. കാരണം സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഏത് ഓറിയന്റേഷനിൽ വന്നാലും അവർക്ക് ബോണ്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ 1s-ഉം 2px-ഉം 2py-യും 2py-യും ആണ് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ എക്സ് ആക്സിസ് എടുക്കുന്നു. എക്സ് ആക്സിസ് നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അപ്പൊ അതിനകത്ത് നമ്മൾ എസ് ഓർബിറ്റിൽ ഇങ്ങനെ നിൽക്കും. എക്സ് ആക്സിസ് ആണ്. എസ് ഓർബിറ്റിൽ ഇങ്ങനെ നിൽക്കുന്നു. എക്സ് ആക്സിസ് ഇങ്ങനെയല്ല. എക്സ് ആക്സിൽ 1s-ൽ ഇങ്ങനെ നിൽക്കുന്നു. ഇത് എക്സ് ആക്സിസ് ആണ്. പിന്നെ 2px എക്സ് ആക്സിസ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് എടുത്തിട്ട് 2p ഓർബിറ്റിൽ വരയ്ക്കും. 2px ആണ്. ഇത് തമ്മിൽ ബോണ്ടിങ് നടക്കും. കാരണം ഇവര് ഒരേ ഓറിയന്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ എന്താണ് സിമ്പിൾ ആയിട്ട് ബോണ്ടിങ് ചെയ്യും. ഇത് 2px ഇവര് തമ്മിൽ സിഗ്മ ബോണ്ട് പോസിബിൾ ആണ്. പിന്നെ ഉള്ളത് 2py-യും 2py-യും. നമുക്കറിയാം എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഇന്റർന്യൂക്ലിയർ ആക്സിസ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ഒരു 2py നമ്മൾ ആദ്യം വരയ്ക്കും. ഇത് 2py. രണ്ടാമത്തെ 2py ഇപ്പൊ എങ്ങനെ ആയിരിക്കും വരിക? രണ്ടാമത്തെ 2py എങ്ങനെ വരും? ഇവര് തമ്മിൽ എന്താണ് സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആണെങ്കിൽ പൈ ബോണ്ടിനുള്ള സ്കോപ്പ് ഉണ്ട്. സിഗ്മ ബോണ്ട് വരണമെങ്കിൽ എന്തായിരിക്കും? ഹെഡ് ഓൺ ഓവർലാപ്പ് ആണ് വരേണ്ടത്. അപ്പം ഇങ്ങനെ തന്നെ ബോണ്ട് ചെയ്താൽ നമ്മൾ പി ഓർബിറ്റിൽ സിഗ്മ ബോണ്ട് എടുത്തുള്ളൂ. പക്ഷെ അവരിങ്ങനെ ലാറ്ററൽ പൊസിഷനാണ്, തമ്മിൽ ലാറ്ററൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് സിഗ്മ ബോണ്ട് പോസിബിൾ അല്ല. പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2py-യും 2py തമ്മിൽ ഇന്റർന്യൂക്ലിയർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അവർക്കത് പറ്റത്തില്ല. ഓക്കെ, അടുത്ത 30th question. Which hybrid orbitals is used by carbon atoms in the following molecules? അപ്പൊ ഈ മോളിക്യൂളിൽ കാർബൺ ആറ്റംസ് ഏത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉപയോഗിക്കുന്ന അറിയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് കാർബൺ സിംഗിൾ ബോണ്ടിൽ sp3 ഹൈബ്രിഡേഷൻ ആണ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡബിൾ ബോണ്ടിൽ sp2, കാർബൺ ട്രിപ്പിൾ ബോണ്ടിൽ sp ഹൈബ്രിഡേഷൻ ഉപയോഗിക്കും. ഓക്കെ, ഇതും എപ്പോഴും ഓർത്ത് വയ്ക്കുക. അടുത്തത് ഫസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ CH3. അപ്പോൾ CH3 നോക്കുവാണെങ്കിൽ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ അവിടെ എന്തായിരിക്കും? കാർബൺ സിംഗിൾ ബോണ്ട് നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ പറയാം. അത് sp3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് അവർ തമ്മിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് CH3CH ഡബിൾ ബോണ്ട് CH2. അപ്പം CH നമ്മള് ഫസ്റ്റ് കാർബൺ നോക്കുവാണെങ്കിൽ എന്താ? ഫസ്റ്റ് കാർബണിൽ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കാർബണിൽ നമ്പർ ചെയ്തു. ഫസ്റ്റ് കാർബൺ നോക്കുവാണെങ്കിൽ എന്താ? അതിനെല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പൊ അത് sp3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് ബോണ്ടിനെ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കാർബൺ നോക്കുകയാണെങ്കിൽ അതിന് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അത് sp2 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് ഉപയോഗിക്കുക. പിന്നെ തേർഡ് കാർബൺ നോക്കുകയാണെങ്കിൽ അതിന് ഒരു ഡബിൾ ബോണ്ട്, അത് sp2 ഹൈബ്രിഡ് ആണ്. sp2 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് ബോണ്ടിങ്ങിന് ഉപയോഗിക്കുക. മൂന്നാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് CH3CH2OH. ഇത് വരയ്ക്കുകയാണെങ്കിൽ 3 ഹൈഡ്രജൻ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാർബണിൽ സെക്കൻഡ് കാർബണിൽ രണ്ടിനും എന്താണ്? എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പൊ അത് ആ 2 കാർബണും sp3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് ബോണ്ടിങ്ങിൽ ഉപയോഗിക്കുക. പിന്നെ നാലാമത്തെ മോളിക്യൂൾ CH3CHO. സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാർബണിൽ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പൊ അത് sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ വെച്ചാണ് ബോണ്ട് ചെയ്യുന്നത്. സെക്കൻഡ് കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് പറയുന്നത്. അപ്പൊ അതിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ വെച്ചാണ് കാർബൺ ബോണ്ട് ഉണ്ടാക്കി sp2 ഹൈബ്രിഡ് ഓർബിറ്റാണ് അത് ഉപയോഗിക്കുക. അടുത്ത CH3COOH. എല്ലാത്തിനും സ്ട്രക്ചർ വരച്ച് നോക്കുക. സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ നോക്കുക. ഇത് വെച്ച് നമുക്ക് ഏത് ഹൈബ്രിഡ് ഓർബിറ്റിൽ ആ കാർബൺ ഉപയോഗിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ 2 കാർബൺ ആറ്റംസ് ഉണ്ട്. ഫസ്റ്റ് കാർബണിൽ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അത് sp3. സെക്കൻഡ് കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് അത് sp2 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് ബോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. 30th question. അടുത്ത 31st question. What do you understand by bond pairs and lone pairs of electron? Illustrate by giving one example of each type. ഇപ്പൊ ബോണ്ട് പെയർ ലോൺ പെയർ
എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. 4.31 ഒരു മോളിക്യൂളും കൺസിഡർ ചെയ്യാം. ഇതാണ് ClF3. ഇവിടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ക്ലോറിനാണ്. പിന്നെ ക്ലോറിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ആ 7 വാലൻസ് ഇലക്ട്രോൺസിൽ 3 ഇലക്ട്രോൺ 3 ഫ്ലൂറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഷെയർ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ? അപ്പൊ 7 വാലൻസ് ഇലക്ട്രോണിൽ 3 ബോണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി 4 അവിടെ വെറുതെ നിൽക്കുന്നത്. ആ 4 2 ലോൺ പെയർ ആയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. അപ്പം ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഇലക്ട്രോൺസിനെ നമ്മൾ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാണ്ട് നിൽക്കുന്നതിന് നമ്മൾ ലോൺ പെയർ എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഡോട്ട് വെച്ച് കാണിച്ചേക്കുന്ന ഇലക്ട്രോൺസ് ആണ്. ഫ്ലോറിന് 7 ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിനകത്ത് 3 ഫ്ലോറിനായിട്ട് ബോണ്ട് ചെയ്യുന്നു. ആ ബോണ്ട് ചെയ്ത് നിൽക്കുന്നതിന് നമ്മൾ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നു. ബോണ്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ഈ ഇലക്ട്രോൺസ് നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വിളിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ ബോണ്ട് പെയറും ലോൺ പെയറിന്റെയും ഐഡിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ സിഗ്മ ആൻഡ് പൈ ബോണ്ട്. ഇപ്പൊ സിഗ്മയും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് ഒക്കെ പെട്ടെന്ന് പറയാം. സിഗ്മ ബോണ്ട് എന്താണ്? ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് വഴി ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് വഴി ഉണ്ടാകുന്ന ബോണ്ടാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കുന്നത്. പൈ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ലാറ്ററൽ ഓവർലാപ്പിംഗ് വഴി ഉണ്ടാകുന്ന ബോണ്ടാണ്. സിഗ്മ ബോണ്ടിന്റെയും പൈ ബോണ്ടിന്റെയും സ്ട്രെങ്ത് പറയുമ്പോൾ ആരാണ് സ്ട്രോങ്ങർ? സിഗ്മ ബോണ്ട് ആയിരിക്കും സ്ട്രോങ്ങർ. പൈ ബോണ്ട് സിഗ്മ ബോണ്ടിനെ വെച്ച് നോക്കുമ്പോൾ വീക്കാണ്. സിഗ്മ ബോണ്ട് ആക്സിസിന് ചുറ്റും എന്താണ്? റൊട്ടേഷൻ പോസിബിൾ ആണ്. പക്ഷെ പൈ ബോണ്ട് എന്താ? ലാറ്ററൽ ഓവർലാപ്പ് ആയതുകൊണ്ട് അവരുടെ ആക്സിസിന് ചുറ്റും എന്താണ്? റൊട്ടേഷൻ പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ സിഗ്മ ബോണ്ട് രണ്ട് ആറ്റംസ് തമ്മിൽ സിഗ്മ ബോണ്ട് ഉണ്ടാക്കിയാൽ അവരുടെ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്? അവരുടെ തമ്മിലുള്ള സിഗ്മ ബോണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് സിമെട്രിക്കലായിരിക്കും. പക്ഷെ പൈ ബോണ്ടിൽ അങ്ങനെ സിമെട്രി ഇല്ല. അപ്പൊ നമ്മൾ സിഗ്മ ബോണ്ട് വരയ്ക്കുന്നതിനിപ്പോ എങ്ങനെയായിരിക്കും? ഒരു എസും പി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കലായിരിക്കും അല്ലേ? പക്ഷെ പൈ ബോണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാ? പൈ ബോണ്ട് ഉണ്ടാകുന്നത് ലാറ്ററൽ ഓവർലാപ്പ് വഴി ആണ് ഉണ്ടാകുന്നത്. അപ്പം അവിടെ ആ ആറ്റംസ് ബോണ്ട് ചെയ്തിരിക്കുന്ന ആക്സിസിന്റെ മേലെയും താഴെയും, ആ പ്ലെയിന്റെ മേലെയും താഴെയായിട്ടാണ് 2 ഇലക്ട്രോൺ ക്ലൗഡ് അവിടെ പ്രസന്റ് ഇല്ലേ? ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. പക്ഷെ സിഗ്മ ബോണ്ടിൽ ഒറ്റ ഇലക്ട്രോൺ ക്ലൗഡ് ചെയ്തു. അപ്പൊ അതൊക്കെയാണ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് H2 മോളിക്യൂൾ ഓൺ ദി ബേസിസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി വെച്ച് H2 മോളിക്യൂളിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യും. എന്താണ്? എക്സ് ആക്സിസിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുക്കുന്നു, വൈ ആക്സിസിൽ എനർജി എടുക്കുന്നു. ഓക്കെ, ഇത് 0 വാല്യൂ, 0 എനർജി. അപ്പൊ ഇവര് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ആയിട്ട് നിൽക്കുന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ ആയിട്ട് നിൽക്കുന്നു. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? പിന്നെ ഇവര് അടുത്തോണ്ട് വരികയാണ്. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് ഇവര് അടുത്തേക്ക് വരികയാണ്. അപ്പൊ എന്താ? ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി 0യിൽ നിന്ന് ലോവറായി വരും. നമ്മളിത് ഗ്രാഫിക്കലോട് നേരത്തെ പഠിച്ചതാണ്. ഇവിടെ വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞപ്പോ ആണ് ഈ ഗ്രാഫ് ഉണ്ടോ? ഇങ്ങനെ വന്ന് ഇവര് മിനിമം എനർജി നിൽക്കുന്ന ഒരു സമയം വരും. ഏതോ ഒരു ഡിസ്റ്റൻസിൽ അടുത്തടുത്ത് വരുമ്പോൾ ഏതോ ഒരു ഡിസ്റ്റൻസിൽ ഇവരുടെ തമ്മിലുള്ള എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആയി പോകും. 0 അല്ല, മിനിമം ആയി പോകും. ആ മിനിമം സ്റ്റേറ്റ് ഓഫ് എനർജി നിൽക്കുന്ന സമയത്താണ് അവർ തമ്മിൽ ബോണ്ട് ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പം ആ മിനിമം എനർജി നിൽക്കുന്ന അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് വിളിച്ചു. ആ മിനിമം എനർജി നിൽക്കുന്ന സ്ഥലത്താണ് അവർ ബോണ്ട് ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? മാത്രമല്ല
വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഇവിടെ തമ്മിലുള്ള പലതരം ഫോഴ്സസ് ഉണ്ട്. എന്താണ്? ആറ്റത്തിൽ ഇലക്ട്രോൺസും ഉണ്ട്, അതിന്റെ ന്യൂക്ലിയസും ഉണ്ട്. ന്യൂക്ലിയസ് പോസിറ്റീവ്ലി ചാർജ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പം രണ്ട് ആറ്റംസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക? അവരുടെ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്, അവരുടെ ന്യൂക്ലിയസ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്, പിന്നെ ഓപ്പോസിറ്റ് ആറ്റത്തിലെ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവര് മിനിമം എനർജി നിൽക്കുക അല്ലെങ്കിൽ ബോണ്ടഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എന്താണ് വരിക? ഈ ഫോഴ്സസ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. ചില അട്രാക്ഷനും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷന് ഈക്വൽ ആവും. അപ്പൊ അതാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. ഓക്കെ, അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ. യൂസ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ടു explain why the Be2 molecule does not exist. Be2 molecule എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ Be2 molecule നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബോറോണില് ബെറിലിയത്തില് 4 ഇലക്ട്രോൺ ആണ്. അപ്പൊ Be2 molecule മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺസ് കാണും അല്ലേ? നമ്മളിതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ σ1s2, σ*1s2, σ2s2, σ*2s2 എന്നാണ് കോൺഫിഗറേഷൻ വരിക. നമ്മൾ ബോണ്ട് ഓർഡർ എടുക്കുമ്പോൾ എന്താ? ഹാഫ് ഓഫ് NB മൈനസ് തന്നെയാണ് ബോണ്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൈനസ് ആന്റി ബോണ്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? ഇപ്പൊ ബോണ്ടിങ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4 മൈനസ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസിൽ അവിടെയും 4 ഇലക്ട്രോൺസ്. ഇവിടെ ബോണ്ട് ഓർഡർ 0 ആണ് വരിക. അതുകൊണ്ടാണ് Be2 മോളിക്കുലർ ഓർബിറ്റൽ തിയറി വഴി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അത് 36ാമത്തെ ക്വസ്റ്റ്യൻ. Compare the relative stability of the following species and indicate their magnetic properties. നമുക്ക് 3 മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. O2 മൈനസും O2 പ്ലസ്. ഇവരുടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ നമ്മൾ എളുപ്പമായിട്ട് പറഞ്ഞിരുന്നു. നമ്മള് 14, 15, 14 ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾ നമ്മൾ ബോണ്ട് ഓർഡർ 3 വിളിച്ചു. ഇവിടെ 15-ൽ 2.5, 16-ൽ 2, 17-ൽ 1.5 ഒക്കെ അല്ലേ? അപ്പൊ നമ്മള് O2 മോളിക്യൂൾ പറയുമ്പോൾ ബോണ്ട് ഓർഡർ എന്താ വരിക? അവിടെ 16 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ 2 വരും. O2 പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ 15 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അവിടെ 2.5 വരും. O2 മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ 17 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ 1.5 വരും. അപ്പൊ നമുക്കറിയാം ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് ബോണ്ട് സ്ട്രെങ്ത് കൂടും അല്ലേ? അപ്പൊ ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ള ആർക്ക് ഇവിടെ? O2 പ്ലസ് മോളിക്യൂൾ. O2 പ്ലസ് മോളിക്യൂൾ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാൻ വേണ്ടി നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ തന്നെ എഴുതി നോക്കണം. അത് O2ന്റെ ഇലക്ട്രോണിക് എന്താണ്? മോളിക്കുലർ ഓർബിറ്റലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. O2ന്റെ അതാണ് σ1s2, σ*1s2, σ2s2, σ*2s2, σ2pz, π2px, π2py, പിന്നെ π*2px, π*2py. അതിൽ ഓരോ ഇലക്ട്രോൺസ് വെച്ച് നമുക്കറിയാം O2-ല് ഓരോ ഇലക്ട്രോൺ സിംഗിൾ ആയിട്ട് ഇലക്ട്രോൺസ് നിൽക്കുന്നതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും അല്ലേ? ഇനി അതല്ല, ഇനി O2 മൈനസ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ. O2 മൈനസ് ആണെങ്കിൽ എന്താ? ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ π2px ഒരു ഇലക്ട്രോൺ കൂടെ വരും. അപ്പോഴും π2py ഒരു ഇലക്ട്രോൺ ഉണ്ട്. പെയർഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാ ഓർബിറ്റൽസും പെയർ നമ്പർ ഓഫ് പെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് നിൽക്കുമ്പോഴാണ് നമ്മൾ ഡയഗ്മാഗ്നറ്റിക് എന്ന് വിളിക്കുക. പക്ഷെ ഇവിടെ π*2py-ല് ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി O2 പ്ലസ് വരുമ്പോൾ എന്താ വരിക? O2 മൈനസ് O2 പ്ലസ് ആകുമ്പോൾ എന്താ? 2 ഇലക്ട്രോൺ കുറയും. 17-ൽ നിന്ന് 15 ആവുക. അപ്പം 2 ഇലക്ട്രോൺ കുറയ്ക്കുമ്പോൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് π*2px1, π*2py-ൽ ഒന്നുമില്ല, 0 വരും. അപ്പോഴും ഒരു ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് π*2px. അപ്പൊ അതും പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, പിന്നെ സൂപ്പർ ഓക്സൈഡ് നമ്മുടെ ക്വസ്റ്റ്യൻ O2 മൈനസ് കണ്ടില്ല. അപ്പൊ അതിന്റെ ബോണ്ട് പറയും 18 ഇലക്ട്രോൺ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതിന്റെ സ്റ്റെബിലിറ്റി പറയുമ്പോൾ O2 പ്ലസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ O2, പിന്നെ O2 മൈനസ്, പിന്നെ O2 2 മൈനസ്. O2 2 മൈനസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ
എന്തായാലും ടു മൈനസിന് ടു മൈനസിന് കോൺഫിഗറേഷൻ പറയുന്നത് 5 2 px 5 2 py എല്ലാം ഫീൽഡ് ആയിരിക്കും. അപ്പൊ അത് മാത്രം എന്തായിരിക്കും ഡയാമാഗ്നറ്റിക് ആയിരിക്കും, ബാക്കിയെല്ലാം പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, നമ്മള് 36ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. Write the significance of a plus and a minus sign showing in representing the orbitals. നമ്മൾ പഠിച്ചതാണ് എന്താണ് ഓർബിറ്റൽസിൽ നമ്മൾ പ്ലസ് ആ മൈനസ് സൈൻ ഇടുന്നത് എന്തിനാണ്? അവരുടെ ഫേസ് പറയാൻ വേണ്ടിയാണ്. ഇപ്പം 3 തരം ഓവർലാപ്പാണ് നമുക്കുള്ളത്. പോസിറ്റീവ് ഓവർലാപ്പ്, നെഗറ്റീവ് ഓവർലാപ്പ്, സീറോ ഓവർലാപ്പ്. ഓക്കെ, രണ്ട് ഓർബിറ്റൽസിന്റെ ഒരേ ഫേസിലുള്ള ഓർബിറ്റൽസ് തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഓവർലാപ്പ് നമ്മൾ പഠിച്ചത് ടെക്സ്റ്റിൽ തന്നെ നമുക്ക് നോക്കാം. അതെ, നോക്കൂ, പോസിറ്റീവ് ഓവർലാപ്പ് എന്ന് വെച്ചാൽ ഒരേ ഫേസുള്ള രണ്ട് ഓർബിറ്റൽസ് തമ്മിൽ ബോണ്ട് ചെയ്തു. ഇവിടെ പി എക്സും പി എക്സും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പ്ലസ്സിൽ വരുന്ന ഫേസ്, ഒരേ ഫേസിൽ വരുന്ന തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു. ഈ ഫേസ് അല്ലാത്ത രണ്ട് തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസും മൈനസും തമ്മിൽ ഓവർലാപ്പ് നടക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഓവർലാപ്പ് നടക്കുന്നതിന് നമ്മൾ നെഗറ്റീവ് ഓവർലാപ്പ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? പിന്നെ ഓവർലാപ്പേ ഇല്ല, എന്താണ് അവരുടെ ഓറിയന്റേഷനിലെ ഡിഫറൻസ് കാരണം ഓവർലാപ്പേ നടക്കാത്തതിന് നമ്മൾ സീറോ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ പി എക്സും എസും തമ്മിൽ ഓവർലാപ്പ് കാണിക്കുന്നില്ല. പിന്നെ പി എക്സും പി വൈ രണ്ടും വേറെ വേറെ ആക്സിസ് കിടക്കുന്ന ഓർബിറ്റൽസ് ആണ്. അപ്പൊ അവർ തമ്മിലും ഓവർലാപ്പ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഓവർലാപ്പ് നമ്മൾ സീറോ ഓവർലാപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അത് 38ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് PCl5 ഹൈബ്രിഡൈസേഷൻ ആണ് പറയുന്നത്. 38th ക്വസ്റ്റ്യൻ ആണ്. PCl5 സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 5ഉം ഓരോ ക്ലോറിനായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം 5 ബോണ്ട് പെയർ ഉണ്ട്. 5 ബോണ്ട് പെയർ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? sp3d ആണ്. ഇപ്പൊ ഷേപ്പ് പറയുമ്പോൾ നമുക്ക് ജോമെട്രി പറയുമ്പോൾ നമുക്ക് ട്രൈഗണൽ ബൈപിരമിഡിലാണ് വരുന്നത്. ആക്സിയൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയും ഇക്വറ്റോറിയലില് ഓരോ ബോണ്ട് ആംഗിളും 120 ഡിഗ്രിയും വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് PCl5 സ്ട്രക്ചർ വരുന്നത്. ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആക്സിയൽ ബോണ്ട് എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാൾ ലെങ്ത് കൂടുതൽ? ഈ ആക്സിയൽ ബോണ്ട് രണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാളും ലെങ്ത് കൂടുതലാണ്. ഇതിന്റെ കാരണം എന്താണ്? നമ്മുടെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ 3 PCl ബോണ്ട് ഉണ്ട്. അപ്പൊ ആ ബോണ്ട് പെയറും ആക്സിയൽ പ്ലെയിനുള്ള ബോണ്ട് പെയറും തമ്മിൽ എന്താ റിപ്പൾഷൻ വരും. റിപ്പൾഷൻ വരുമ്പോൾ ആക്സിയൽ ബോണ്ട് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ആ റിപ്പൾഷൻ ഉള്ളതുകൊണ്ടാണ് ഇവരുടെ ആക്സിയൽ ബോണ്ട് ലെങ്ത് കൂടാൻ കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഹൈഡ്രജൻ ബോണ്ട്. ഇസ് ഇറ്റ് വീക്കർ ഓർ സ്ട്രോങ്ങർ ദാൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ്? ഇപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച എക്സാമ്പിൾ എന്തായിരുന്നു? HFന്റെ കേസസ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ, ഹൈഡ്രജൻ ബോണ്ട് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ് ഇവിടെ ബോണ്ട് പൊളാരിറ്റി സംഭവിക്കും. ഇങ്ങനെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിലേക്കായിരിക്കും ഇലക്ട്രോൺ ക്ലൗഡ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവിടെ ഫ്ലൂറിനായിട്ട് നെഗറ്റീവ് ചാർജ് കാണും, ഹൈഡ്രജന് നെഗറ്റീവ് ചാർജ്, എന്താ പോസിറ്റീവ് ചാർജ് ആണ്, സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് കാണും. ഇതേപോലെ വേറെ HF മോളിക്യൂൾസ് അവിടെ കാണും അല്ലേ? അവരിങ്ങനെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് സെപ്പറേഷനോടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഒരു മോളിക്യൂളിന്റെ എഫും വേറെ മോളിക്യൂളിന്റെ ഹൈഡ്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ? നെഗറ്റീവും പോസിറ്റീവും ഒരു അട്രാക്ഷൻ കാണും. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഹൈഡ്രജൻ ബോണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇത് വാൻ ഡെർ വാൾസ് ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ഈ ഹൈഡ്രജൻ ബോണ്ട്? ഒരു തരം ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് അല്ലേ? അതുകൊണ്ട് അത് വാൻ ഡെർ വാൾസ് ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആണ്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ ദി ടേം ബോണ്ട് ഓർഡർ? കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ ഓഫ് N2 O2 O2 പ്ലസ് ആൻഡ് O2 മൈനസ്. ബോണ്ട് ഓർഡർ എന്താണ് നമ്മൾ ചോദിച്ചത്? ബോണ്ട് ഓർഡർ എന്താണ് നമ്മൾ പറയാം? ബോണ്ട് ഓർഡർ ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഓഫ് NB മൈനസ് NA അല്ലേ?
എൻ ബി എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അങ്ങനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. പിന്നെ നമുക്കിവിടെ കുറച്ച് ആറ്റംസിന്റെ O2 പ്ലസ് ആൻഡ് O2 മൈനസ്. ഒന്നെങ്കിലും നമുക്ക് എന്താണ് എല്ലാത്തിന്റെയും മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഇൻക്രീസിംഗ് എനർജി ഓർഡറിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഷോർട്ട്കട്ട് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ബോണ്ട് ഓർഡർ 14, 15, 16, 17, 18, 19, 20. ബോണ്ട് ഓർഡർ 3, 2.5, 2, 1, 1, 1, 0. നമുക്ക് N2 അറിയാം 14 ഇലക്ട്രോൺ ആണ്, O2 16, O2 പ്ലസിന് 15, O2 മൈനസിന് 17. ഇപ്പൊ 14 ഇലക്ട്രോൺ ഉള്ള N2 എന്തായിരിക്കും ബോണ്ട് ഓർഡർ? 3 ആയിരിക്കും. 16-ന് 2 ആയിരിക്കും, 15-ന് 2.5 ആയിരിക്കും, 17-ന് 1.5 ആയിരിക്കും. ജസ്റ്റ് ഷോർട്ട് കട്ട് ആണ്. ശരിക്കുള്ള ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്ര, ബോണ്ടിങ് മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, അതെല്ലാം കൂട്ടിയിട്ട് ഹാഫ് NB മൈനസ് NA ചെയ്യണം, എന്നാലും അത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത്രയുള്ള നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. താങ്ക് യു.